വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ നിയമ പോരാട്ടത്തിന് ഇന്ന് തുടക്കം. വഖഫ് നിയമ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇന്ന് ഇടക്കാല ഉത്തരവുണ്ടായില്ല. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ ബെഞ്ചാണ് വാദം കേട്ടത്. എന്ന ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീം കോടതി നീങ്ങിയെങ്കിലും നാളെ കൂടി വാദം കേട്ട ശേഷം ഇടക്കാല ഉത്തരവിറക്കും. ബില്ലിൽ ഇടക്കാല ഉത്തരവ് ഇന്നിറക്കരുതെന്ന കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ചാണ് സുപ്രീം കോടതി നാളെയും വാദം കേൾക്കുന്നത്. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്നാണ് പ്രധാന നിർദ്ദേശം. ഇത് പ്രകാരം ഉപയോഗം വഴിയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അതല്ലാതാക്കരുത് എന്നാണ് പറയുന്നത്. കൂടാതെ വഖഫ് കൗൺസിൽ എക്സ് ഒഫീഷ്യൽ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെ ആകണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. കളക്ടർമാർക്ക് വഖഫ് ഭൂമിയിൽ അന്വേഷണം നടത്താമെങ്കിലും അന്വേഷണം നടക്കുമ്പോൾ വഖഫ് സ്വത്തുക്കൾ അതല്ലാതാകുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പാർലമെന്റിൽ നിയമത്തിലൂടെ മത ആചാരത്തിൽ സർക്കാർ ഇടപെട്ടുവെന്ന് അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഇസ്ലാം മതത്തിലെ അനിവാര്യ ആചാരമാണ് വഖഫ് എന്നും ആചാരത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിന് എന്ത് അധികാരമാണെന്നും കപിൽ സിബൽ ചോദിച്ചു. അനുച്ഛേദം 26 ലംഘനമാണ് നടന്നതെന്നും മതപരമായ ആചാരങ്ങൾ ഭരണഘടനാപരമായ അവകാശമാണെന്നും കപിൽ സിബൽ പറഞ്ഞു. എന്നാൽ ആർട്ടിക്കിൾ 26 മതാചാരവുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആർട്ടിക്കിൾ 26 മതേതരമാണെന്നും എല്ലാ സമുദായങ്ങൾക്കും ബാധകമാണെന്നും സുപ്രീം കോടതി പറഞ്ഞത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.